എഴുന്നേറ്റാ? എന്തൊരു ഉറക്കമായിരുന്നടാ. വേഗം പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. നിന്റെ കാര്യം ഇവിടെ എല്ലാരും സംസാരിക്കണേ. എന്ത് കാര്യം? കല്യാണ കാര്യം. അല്ലാതെ എന്ത് ഡാ. മറിയം, ആരായി നിത്യ? നീ എന്തിനാ ഈ സാധനങ്ങൾ എടുത്ത് നോക്കുന്നേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഒരാളുടെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കുമ്പോൾ ചോദിക്കണ്ടേ? മൈക്കുട്ടി, മൈക്കുട്ടി വന്നേ. എനിക്ക് മൈക്കുട്ടിയുടെയൊക്കെ പ്രായമുള്ളപ്പോഴേ സ്കൂളിൽ വെച്ചൊരു ദിവസം ഞാൻ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി ഓടുവാണ്. അപ്പോൾ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പുറത്തെ ക്ലാസ്സിലെ പുതിയ കുട്ടീനെ വിളിച്ചിട്ട് വരാൻ. അപ്പം ഞാൻ വേഗം പോയി ആ കുട്ടീനെ വിളിച്ച് തിരിച്ച് സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ആ കുട്ടി എന്നെ നോക്കി ബ്യൂട്ടിഫുള്ളായിട്ട് ചിരിച്ചു. അവളുടെ പേരാണ് നിത്യ. എന്നോട് കുറേ കഥകൾ പറഞ്ഞു. നിത്യ ചേച്ചിനെ ആദ്യമായിട്ട് കണ്ടതും അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് കുറേ വർഷങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നതും ഒക്കെ പറഞ്ഞു. അങ്ങനെ കണ്ട് 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 ഒരു ദിവസം കാണാതായി. ഇതാണോ അതിന്റെ ട്രെയിനിങ്? നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ എങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനോ ലളിതയും ഉണ്ടായിരുന്ന സമയത്താണ് ജിമ്മി ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കുട്ടികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നോണ്ടിരിക്കല്ലോ, അത് അത്രേ കാണേണ്ടുള്ളൂ. ഈ നാട്ടുകാർ പറയുന്നത് പോലെയൊന്നും. അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. നിനക്കൂടെ കെട്ടണോ? എടാ, നിന്നോട് ചോദിച്ചേ നിനക്കൂടെ കെട്ടണോന്ന്. ഇങ്ങോട്ട് അവർക്ക് സമ്മതാണെന്നല്ലേ നിന്നോട് പറഞ്ഞു? അല്ല, ഇനി അവിടെ ചെന്നിട്ട് വെറുതെ പ്രശ്നം ആവരുത്. ഇല്ലിക്ക, എപ്പോൾ വേണമെങ്കിലും ചെന്നോളാനാ അവര് പറഞ്ഞേക്കണേ. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട. നീ ഒരു ഡേറ്റ് നോക്ക്, വേണമെങ്കിൽ ഞാനും വരാം. അത് മതി, അത് മതി. അത് അതൊരു 40 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, നമുക്കിതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? വേഗം തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നീ ഇന്നലെ കുഴപ്പമില്ലെന്ന് പറഞ്ഞതോ? എന്നാലും ഇങ്ങനെ എടുത്തു ചാടി തീരുമാനിക്കുന്നത് കല്യാണമല്ലേ, കച്ചവടമൊന്നുമല്ലോ. ഇവന്റെ കാര്യത്തിൽ ഒരുറപ്പും ഇല്ലാതെ എന്നെ വിളിക്കരുത്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്.
അപ്പൊ വർഷങ്ങൾക്ക് ശേഷം എക്സിനെ കണ്ടതാണ് പ്രശ്നം അല്ലേ? പ്രശ്നമൊന്നുമില്ല, കണ്ടു, പിന്നെ സംസാരിച്ചില്ല. അന്ന് സംസാരിച്ചൂടെ? സംസാരിക്കാം, പക്ഷെ എന്ത് സംസാരിക്കാണ്? ഐ മിസ് യു ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു തുടങ്ങ്. പോടോ, അങ്ങനെയൊന്നുമില്ല. കണ്ടപ്പോ ഒരു ഇളക്കം. ഇളക്കൊന്നുമില്ല. ഇന്നത്തെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾക്കിപ്പോ കുട്ടിയൊക്കെ. അപ്പൊ കറക്റ്റ് ടൈം അല്ലേ? താൻ ചെന്നിട്ട് ആ പയ്യനെ നോക്കി, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഉണ്ണി എന്നൊരു പഞ്ചിടരം അടിച്ചിട്ടെങ്കിൽ വാ. എടോ, മനസ്സിൽ മിണ്ടണമെന്നുണ്ടെങ്കിലേ താൻ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. ഒന്ന് കണ്ടോക്കല്ലേ? ധൈര്യമായിട്ട് പോകും. താൻ കൊള്ളാട്ടോ. താങ്ക് യു. അല്ല, ഇപ്പൊ പോണോ? അല്ല, ഇപ്പൊ ഞാൻ വേറെ ഷർട്ട് കിട്ടുമെന്ന് നോക്കാൻ പോവാ. എനിക്ക് വെള്ളം കുടിക്കണേ, മറക്കല്ലേ. കുടിച്ചോളാം. പിന്നെ മുങ്ങാനുള്ള പ്ലാൻ ആയിരുന്നോ? കാണാൻ തന്നെ വന്ന. എന്നിട്ട് അന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിന്നെ കണ്ടായിട്ട് ഡാർക്കും. നിനക്കൊരു മാറ്റമില്ലല്ലോ. ഒരു ചായ കുടിച്ചാലോ? കുടിക്കാം. എന്നാ വാ. നമ്മൾ സ്കൂളിൽ പോണ വഴിയിലൊരു ചായക്കട ഉണ്ടായിരുന്നില്ലേ? പീറ്ററിന്റെ അവിടെയല്ലേ നമ്മള് കൊറേ കാലം പോയി ചായ കുടിച്ചിട്ടുണ്ട് അവിടെ. ആ, അതന്നെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. ആണോ? ആ ഒരു ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയത് അവിടെ. എന്നിട്ട് നിന്റെ ഉപ്പ് വന്നു, നീ എഴുന്നേറ്റ് ഓടി. ഇപ്പഴും വാപ്പനെ കാണുമ്പോ ഓടാറുണ്ടോ? ഇല്ല, ഇപ്പൊ വാപ്പായ ഓടാറ്. പീറ്ററിന്റെ മോളുടെ കല്യാണത്തിന് ഞാനും ബാബിച്ചും കൂടി പോയിണ്ടായിരുന്നു. ആണോ? നീ എന്താ ഇത്രയും കാലമായിട്ടും കേട്ടാഞ്ഞേ? പെണ്ണ് കിട്ടിയില്ലേ? കിട്ടിയില്ല.